ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ വിൻഡോസ് 10-ൽ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരുവിധർക്കും എല്ലാവർക്കും അറിയാം, പക്ഷേ നമുക്ക് എങ്ങനെ വിൻഡോസിൽ സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ കോളുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. നമുക്ക് അവരുടെ സൈറ്റിൽ ഡയറക്റ്റ് പോയി നമുക്ക് ജസ്റ്റ് സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യാം. നമുക്ക് കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ് ഡെസ്ക്ടോപ്പ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടും വർക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടി ടെലിഗ്രാമിൻ്റെ സൈറ്റിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ടെലിഗ്രാം ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ബ്രൗസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലിങ്ക് ഇവിടെ കാണാം, ടെലിഗ്രാം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലിവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ ഗെറ്റ് ടെലിഗ്രാം ഫോർ വിൻഡോസ് 64 പോർട്ടബിൾ വേർഷൻ. വിൻഡോസ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടെലിഗ്രാം ആപ്പാണ് ഇവിടെ ഉള്ളത്, ഡൗൺലോഡ് ചെയ്യാൻ വിൻഡോസിനുള്ളതെന്നാണ് പറയുന്നത്. രണ്ടാമത് പോർട്ടബിൾ വേർഷനാണ്. അത് നമ്മൾ 32 ബിറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ജസ്റ്റ് നമ്മൾ ഫോട്ടോസൊക്കെ ഓപ്പൺ ആക്കുന്ന പോലെ ജസ്റ്റ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഡെസ്ക്ടോപ്പിലിട്ടിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് ടെലിഗ്രാം ഫോർ വിൻഡോസ് 64 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ ഡൗൺലോഡ്സിലുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ടി സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഡിഫോൾട്ട് ഇവിടെ ഒരു പാത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റപ്പ് ഫയൽ. അപ്പോൾ ഇത് ഡിഫോൾട്ട് പാത്ത് തന്നെ മതി, മാറ്റൊന്നും വേണ്ട. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടെലിഗ്രാം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും, അത് മാറ്റം വരുത്തണ്ട. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ടാണ് വേണ്ടത്. അതിൽ ടിക്ക് ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യില്ല, ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവില്ല. അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഞ്ച് ടെലിഗ്രാം എന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതാണ് ടിക്ക് ചെയ്ത് ഇവിടെ ഫിനിഷ് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടെലിഗ്രാം വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫോണിൽ എന്ത് ചെയ്യണം, നമ്മുടെ ടെലിഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ലിങ്ക് ഡെസ്ക്ടോപ്പ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ലിങ്ക് ഡെസ്ക്ടോപ്പ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ QR കോഡ് അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, ടെലിഗ്രാം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തു. അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോണിൽ തന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ടെലിഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 2-3 എണ്ണത്തിലൊക്കെ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ മറന്നു പോവുക, അങ്ങനത്തെ കേസിലൊക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ടെർമിനേറ്റ് ആൾ അതർ സെഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെലിഗ്രാമിൽ തന്നെ ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ടെർമിനേറ്റ് ആൾ അതർ സെഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ടെർമിനേറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക് ടെലിഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സെഷൻ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, എത്ര വിൻഡോസിൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമ്മളെ ഫോണിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.